യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ചെയ്യരുതാത്ത 7 വലിയ പിശകുകൾ. നമസ്കാരം സ്നേഹിതരെ. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന കഷ്ടപ്പാടുകളും സമയം ചെലവഴിച്ചുള്ള ആ ശ്രമങ്ങളും ഫലപ്രദമാകണമെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ചില പിശകുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. 1. വീഡിയോ ആണെങ്കിൽ മറക്കരുത് ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ടൈറ്റിൽ ഇങ്ങനെ വെച്ച് വിടുന്നു: മൈ ന്യൂ വീഡിയോ. ഇതിനാരെങ്കിലും ക്ലിക്ക് ചെയ്യുമോ? നിങ്ങളുടെ ടൈറ്റിൽ കിടിലനാകണം. തംബ്നെയിൽ വാസ്തവത്തിൽ ക്ലിക്ക് ബൈറ്റ് ആയിരിക്കണം. ഡിസ്ക്രിപ്ഷൻ നല്ല SEO ഉള്ളതായിരിക്കണം. 2. ഓഡിയോയെ പൂർണ്ണമായും ശ്രദ്ധിക്കാതിരിക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒരു തവണയെങ്കിലും മുഴുവനായി കാണുക, ഒപ്പം കേൾക്കുക. പലപ്പോഴും മൈക്ക് എറർ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, സിങ്കിങ് ഇഷ്യൂ തുടങ്ങി പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാതിരുന്നാൽ വ്യൂവർ ഒരു സെക്കൻഡിൽ വീഡിയോ സ്കിപ്പ് ചെയ്യും. കമന്റുകൾ അവഗണിക്കരുത്. വ്യൂവർ കമന്റുകൾ നിങ്ങളുടെ വീക്ഷണത്തിന്റെയും കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നതിന്റെയും വലിയ ഭാഗമാണ്. അതുകൊണ്ട് വീഡിയോ കഴിഞ്ഞ് കമന്റുകൾ വായിക്കുക, റിപ്ലൈ ചെയ്യുക. ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 4. ആദ്യ മണിക്കൂറുകൾ ബുദ്ധിമുട്ടിക്കരുത്. യൂട്യൂബ് അൽഗോരിതത്തിനെ സന്തോഷിപ്പിക്കേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്ത ആദ്യ 1 മണിക്കൂർ തന്നെ. 5. അനലിറ്റിക്സ് നോക്കുക. ഒരു വീഡിയോ കിടിലനായി വ്യൂവേഴ്സ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി ക്ലിക്ക് ത്രൂ റേറ്റ്, ഓഡിയൻസ് റിട്ടൻഷൻ, വാച്ച് ടൈം നോക്കണം. പതിവ് പോലെ അപ്ലോഡ് ചെയ്തു വിട്ടാൽ നിങ്ങൾ കൂടുതൽ ഗ്രോ ചെയ്യില്ല. 6. കൺസിസ്റ്റൻസി. ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ 10 ദിവസം അവധിയെടുത്ത് വന്നാൽ അൽഗോരിതം നിങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഒരിക്കൽ അപ്ലോഡ് ചെയ്തു പിന്നെ സൈലന്റ് ആവരുത്. നിങ്ങളുടെ ചാനലിന് ആക്റ്റീവ് സ്റ്റേറ്റസ് വേണം. 7. വീഡിയോ ഷെയർ ചെയ്യാതെ വെറുതെ കാത്തിരിക്കുന്നത് ശരിയോ? യൂട്യൂബ് മാത്രം പോസ്റ്റ് ചെയ്താൽ പോരാ, പ്രമോഷനും വളരെ പ്രധാനമാണ്. പുതിയ ക്രിയേറ്റേഴ്സിന് വേണ്ടത് വിസിബിലിറ്റിയാണ്. അതിനാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, റീൽസ്, ഷോർട്സ്, ഇൻസ്റ്റാ സ്റ്റോറീസ് എല്ലായിടത്തും ചെറിയ ടീസറുകൾ പോലെ പ്രമോഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 7 പിശകുകളും ഓർക്കൂ, ഒപ്പം അവ മറികടക്കൂ. നന്ദി.